വറക്കാൻ കുറച്ച് നല്ലതെടുത്ത് വരും. അവരവിടെയല്ലേ എവിടെ വലിയ വർഷത്തിലെ പൊടി പിടിക്കാൻ എന്തിട്ട് മീനാണത്? അല്ലാണ്ട് അപ്പൂപ്പ കറി ഉണ്ടാക്കി വെക്കുന്നതല്ല. വെളിച്ചെണ്ണ ചൂടി ഒഴിക്കാം. ഞാൻ കുറച്ച് കഴിച്ചോളൂ. ചോദിക്കാം. കേട്ടോ ഇട്ടോളൂ. ഒരുമിച്ചിട്ടാണോ? എണ്ണയൊക്കെയാന്ന് നോക്കട്ടെ. ഓരോന്നോരോ തട്ടിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, കൈമണ്ട സ്പൂണുണ്ട്, കറിവേപ്പില, പച്ചമുളക്, ഇറക്കാനൊരു കൈ കറിയിരിക്കുന്ന കാണൂല്ലേ. മുളക് പൊടി നല്ല എരിവുള്ള മുളക് കിട്ടാൻ നല്ല എരിവ് വേണം. ഞാൻ മല്ലിപ്പൊടി 3 ഇത് 4 ഇട്ടില്ല. മതിയോ? അപ്പൊടി മതി. ഇതിനകത്തൊരു കറിവേപ്പില ഉണ്ടാവില്ല. ശരിക്കും മീൻ പറഞ്ഞേക്കുമ്പോൾ കണ്ടാൽ നന്നായിട്ട് തിളച്ച് പൊന്തണം. തിളച്ച് പൊന്തി കഴിയുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള മീൻ അതിനകത്ത് ഇടണ്ട കേട്ടോ. മീൻ നമ്മുടെ ആ കേര നന്നാക്കി വെച്ചത് നമ്മൾ അതിനകത്തേക്ക് ഇടാണ്. അപ്പോൾ നല്ല തിളച്ച് കിടക്കണ ഇതിനകത്തേക്ക് ഇടുമ്പോൾ മീൻ നല്ല പോലെ ഉപ്പും മുളക് പിടിച്ച് നല്ല സൂപ്പറായിരിക്കും. ഈ മീൻ കറി എന്നിട്ട് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ നേരെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരും. പിന്നെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് കൂട്ടണം. അപാര ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാര ടേസ്റ്റ്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണ്ട. നല്ല സൂപ്പർ മീൻ കറിയാണ്. ഇതേപോലത്തെ മീൻ കറി കഴിച്ചിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇത് മുളക് ചാറായാലും പ്രത്യേക ഒരു ടേസ്റ്റാണ്. മല്ലിപ്പൊടി ഇതിനകത്ത് കൂടുതലിട്ടേക്കണം. അതിൻ്റെ നല്ല കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല ദിവസത്തേക്ക് നല്ല സൂപ്പറാണ് പുട്ടിൻ്റെ ഒപ്പം.